സോ ഒരു ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ പാർട്ട് 2 ഓഫ് യുവർ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് വൊക്കാബുലറി. ഓക്കെ, സോ അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഇത് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. മിക്കവാറും എല്ലാ കസ്റ്റമേഴ്സിനുള്ളൊരു ഒരു കൺസേൺ ആയിരിക്കും. സാധനങ്ങൾ കാറിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാമോ? ചിലപ്പോൾ ഈ നമ്മുടെ ഈ ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് കുറച്ച് ഉള്ളിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറിന് അങ്ങോട്ടേക്ക് വരെ ചിലപ്പം ഒന്ന് കൊണ്ടുപോകാൻ സഹായിക്കാമോ എന്ന് ചോദിക്കേണ്ടി വരും. അപ്പൊ അത് കസ്റ്റമറിന്റെ രീതിയിൽ നിന്ന് എങ്ങനെയാ ചോദിക്കുക? ക്യാൻ സമ്മൺ അല്ല, എന്താ ക്വസ്റ്റ്യൻ എന്താ? സാധനങ്ങൾ കാറിലേക്ക് കൊണ്ടുപോകാൻ someone help me to take അവിടെ ടു ആവശ്യമില്ല. ക്യാൻ സമ്മൺ ഹെൽപ്പ് മീ ടേക്ക് ദീസ് ടു മൈ കാർ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് റിപ്ലൈ കൊടുക്കണം, തീർച്ചയായും ഞങ്ങളുടെ സ്റ്റാഫ് നിങ്ങളെ സഹായിക്കും. അതെങ്ങനെയാ പറയാ? സ്റ്റാഫ് വിൽ ഹെൽപ്പ് യു ടേക്ക് ദം ടു യുവർ കാർ. വിൽ ഹെൽപ്പ് ദം ടു ടേക്ക് യു help you to take them to the car. To take them വേണ്ട, help you take them to the car. അത്രയും മതി. Okay, so I'll repeat it. Certainly our staff will help you take them to the car. Okay, okay, കൺഫ്യൂഷൻ ഇല്ലല്ലോ. അടുത്തത് കൂപ്പണുകൾ സ്വീകരിക്കുമോ? ഇത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴാണ് കൂപ്പൺ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഇത് കൂപ്പോൺ അല്ലെങ്കിൽ ക്യൂപ്പോൺ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. ഓക്കെ, ക്യൂപ്പോൺ എന്ന് പറയുമ്പോൾ ഒരു weird ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണ് നമ്മൾക്ക് കൂപ്പോൺ പിടിക്കാം. അപ്പൊ എങ്ങനെ പറയാ? ഡു യു ആക്സെപ്റ്റ് കൂപ്പോൺസ്? ഓക്കെ, അപ്പൊ നമുക്ക് റിപ്ലൈ കൊടുക്കണം, അതെ വാലിഡ് ആയിട്ടുള്ള കൂപ്പണുകൾ ഞങ്ങൾ സ്വീകരിക്കും. വാലിഡ് കൂപ്പോൺസ് അല്ലെങ്കിൽ ക്യൂപ്പോൺസ്. ഓക്കെ, അടുത്തത് നമ്മൾ പൊതുവെ ഫുഡ് ഐറ്റംസിൽ കണ്ടുവരുന്ന സാധനമാണ്. പാക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ടോ നമുക്ക് ചോദിക്കണം. സോ ഡസ് ദിസ് കണ്ടെയ്ൻ പ്രിസർവേറ്റീവ്സ് നമുക്ക് ചോദിക്കാം. അതെ, ഇതിൽ പ്രിസർവേറ്റീവുകൾ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല, ഇതിൽ പ്രിസർവേറ്റീവുകൾ ഇല്ല. രണ്ട് രീതിയിലും പറയേണ്ടി വരും. അതെങ്ങനെയൊക്കെ പറയാം? കണ്ടെയ്ൻസ് പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ നോ ഇറ്റ് ഡസന്റ് കണ്ടെയ്ൻ പ്രിസർവേറ്റീവ്സ്. ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് തൂക്കി വിൽക്കുന്നതാണോ? അതായത് ചിലത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മളായിട്ട് എടുത്തിട്ട് ഒരു കവറിൽ ഇട്ട് പോയിട്ട് അത് തൂക്കണം. എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് തൂക്കുന്നതിന് എന്താ പറയുന്നത്? ഇസ് സോൾഡ് ബൈ വെയിറ്റ്. ഓക്കെ, വേ ചെയ്യാന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ഇസ് സോൾഡ് ബൈ വെയിറ്റ്. അപ്പം അതെ, ഇത് തൂക്കം അനുസരിച്ചാണ് വിൽക്കുന്നത്. എങ്ങനെ പറയാ? യെസ് ഇറ്റ് ഈസ് സോൾഡ് ബൈ വെയിറ്റ്. വെരി ഗുഡ്. എനിക്ക് വേഗത്തിൽ ചെക്ക്ഔട്ട് ചെയ്യണം. ഇപ്പം ചിലവർക്ക് പെട്ടെന്ന് ചെക്ക്ഔട്ട് ചെയ്യേണ്ടി വരും, എന്താ എമർജൻസി ഉണ്ടെങ്കിൽ. അപ്പൊ അത് ഐ നീഡ് ക്വിക്ക് ചെക്ക്ഔട്ട് എന്ന് പറയാം. അപ്പം തീർച്ചയായും ഈ കൗണ്ടർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ക്വിക്ലി എന്നുള്ള ലാസ്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഐ നീഡ് ടു ചെക്ക്ഔട്ട് ക്വിക്ലി പറയാം, അല്ലെങ്കിൽ ഐ നീഡ് എ ക്വിക്ക് ചെക്ക്ഔട്ട് എന്നും പറയാം. ഓക്കെ, തീർച്ചയായും ഈ കൗണ്ടർ ഉപയോഗിക്കാം അല്ലെങ്കിൽ സെൽഫ് ചെക്ക്ഔട്ട് ഉപയോഗിക്കാം. യെസ്, യു ക്യാൻ യൂസ് ഈദർ ദിസ് കൗണ്ടർ ഓർ സെൽഫ് ചെക്ക്ഔട്ട്. ഓക്കെ, എനിക്ക് ഒരു ഓഫർ നിർദ്ദേശിക്കാമോ? നിർദ്ദേശിക്കുക, recommend. Okay, can I recommend? Can you recommend an offer? Can you recommend a good deal? ഇപ്പം ചില കാര്യങ്ങൾ വാങ്ങുമ്പോൾ ഏതാണ് ഏറ്റവും നല്ലതെന്ന് പറയാം. ഓക്കെ, തീർച്ചയായും ഇന്ന് ഈ പ്രൊഡക്റ്റിന് നല്ല ഓഫർ ഉണ്ട്. Today this product has a good price. Certainly this product has a great deal today. നല്ലൊരു ഡീലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൺലൈൻ വിലക്ക് തരാമോ? ഇത് ചില കടകളിലൊക്കെ ഓൺലൈൻ പ്രൈസ് ആവില്ല, ചിലപ്പോൾ സ്റ്റോറിൽ പോയാലുണ്ടാവും. ഓൺലൈനിൽ കുറച്ചും കൂടി ഡിസ്കൗണ്ട്സ് ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന ഓൺലൈൻ പ്രൈസ് ക്യാൻ യു ഗിവ് മാച്ച് ദി ഓൺലൈൻ പ്രൈസ്? കറക്റ്റ് ആണ്. ക്യാൻ യു മാച്ച് ദി ഓൺലൈൻ പ്രൈസ് പറയാം. ഞങ്ങളുടെ പ്രൈസ് മാച്ച് പോളിസി ബാധകമാണെങ്കിൽ നൽകാം. ഇഫ് our price match policy is ബാധകം and applies, okay, we can match the online price. Okay, so if our price match policy applies, we can match the online price. Okay, and the last one for this part, പൊട്ടുന്ന സാധനങ്ങൾ സുരക്ഷിതമായി പാക്ക് ചെയ്തോ? ചെയ്തോ? ഞാനാണോ? where the fragile items പൊട്ടുന്ന properly ഫ്രജൈൽ ഐറ്റംസ് പാക്ഡ് സേഫ്ലി. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് വീണ് പൊട്ടുന്നതിനെയാണ് ഫ്രജൈൽ എന്ന് പറയുന്നത്. നമുക്ക് മിക്കവാറും ഗ്ലാസ് വെയർസിന്റെ ഒക്കെ മുന്നിൽ ഫ്രജൈൽ എന്ന് അവര് എഴുതി വെക്കും. യെസ്. സോ ഇപ്പൊ ഏകദേശം കുറച്ചും കൂടി സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഒരു പാർട്ടും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ സിറ്റുവേഷൻസും നമുക്ക് അതിലൂടെ പഠിച്ചെടുക്കാം. അപ്പൊ വിൽ ഹാവ് ലൈക്ക് വൺ മോർ പാർട്ട് ബിക്കോസ് വി ഹാവ് മോർ സിറ്റുവേഷൻസ് കമ്മിങ് അപ്പ്. ഓൾറൈറ്റ്, സോ ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സിൽ ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കോഴ്സ് എന്ന് കമന്റ് ആൻഡ് വിൽ സീ ദ നെക്സ്റ്റ് പാർട്ട്.
ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.